ബാഡ് ബോയ്സ് എന്നാണ് ചിത്രത്തിന്റെ പേരെങ്കിലും നിങ്ങൾ ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. ചേട്ടാ അങ്ങനെ ആദ്യമേ തന്നെ പറയാൻ കുറച്ച് കഴിയട്ടെ നമുക്കത് പറയാം. ഞാൻ രണ്ടാമത്തെ ടീമിനെ വിളിക്കട്ടെ. നിങ്ങൾക്കൊക്കെ സംസാരിക്കാനുള്ള അവസരം തരുന്നതായിരിക്കും. നിങ്ങളുടെ എതിർ ടീമിനെ അറിയണ്ടേ? വേണം. അവരുടെ പേര് കേട്ടോ, പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ്. പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബ്. ഞങ്ങളുടെ കൂടെയുള്ള മെയിൻ കാര്യക്കാരെ നിങ്ങളുടെ ക്ലബിലോട്ട് അങ്ങോട്ട് തരും. പിന്നെ ജാഫർക്ക്, നസീർക്ക് ഉണ്ട്, പ്രചോദേട്ടനുണ്ട്. നിങ്ങൾ 3 പേരും പാഞ്ചാലിപുരം പുഞ്ചിരി ടീമാ. 100 കോഴിക്ക് അരക്കാട മതി. അല്ല സംഭവം അല്ല, കോംപ്ലിമെന്റ്. അതിന്റെ ലീഡർ കോഴി അവനാന്ന്. ക്ലബിലേക്ക് 3 പുതിയ അംഗങ്ങളോടുണ്ട്. ഒന്ന് പ്രചോദേട്ടൻ, ഒന്ന് നസീർക്ക, ഒന്ന് ജാഫർക്ക്. പിന്നെ സ്വാധീനം ഏതെങ്കിലും വഴിക്ക് ചെലുത്തിയാൽ ഈ മുതലിനെ കിട്ടുവോ? ഇല്ല അത് പറ്റില്ല. അല്ല, കാരണം ഇത് 1.5 ഐറ്റം വേറെയാണ്. അതുകൊണ്ട് ജഗദീഷ് ചേട്ടൻ ഒരു ടീമിലും ഇല്ല. എല്ലാം നോക്കി നടത്തുന്ന ഇന്നത്തെ മെയിൻ കാര്യക്കാരനാണ് ജഗദീഷ് ചേട്ടൻ. അല്ല, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ജയിക്കുന്ന ടീമിനുള്ള ട്രോഫി ആയിക്കോട്ടെ, ഇത് എടുത്തോളാം. മുക്ക് ക്ലബും പാഞ്ചാലിപുരം പുഞ്ചിരി ക്ലബും രണ്ടുപേരും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. ചേട്ടാ അതെന്താ ചേട്ടാ ഈ പാഞ്ചാലി പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താണ്? പാഞ്ചാലിപുരം പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് പ്രേക്ഷകർക്ക് ഇവർ പുഞ്ചിരി സമ്മാനിക്കും. മനസ്സിലായില്ലേ? പ്രേക്ഷകരുടെ മനസ്സിൽ ആ പുഞ്ചിരി വിടർത്താനാണ്. ഇവര് കലിങ്കിലിരുന്നത് കാണും. നമ്മളെല്ലാം പുഞ്ചരിച്ച് കാണും. പക്ഷെ ഇവര് കലിങ്കിലിരുന്നെങ്കിലും ഇവര് പൊതുജന സേവനമാണ് നടത്തുന്നത്. കലിങ്കിലിരുന്ന് എവിടെ അനീതി നടന്നാലും എവിടെ അക്രമം നടന്നാലും അത് ചൂണ്ടിക്കാണിക്കാൻ കലിങ്ക് മുക്കില് ധീരരായിട്ടുള്ള ലോകത്തിൽ നടക്കുന്ന എല്ലാം ഈ കലിങ്കിലൊന്ന് ഗൂഗിളാണത്. അതെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ക്ലബുകളിലെ മത്സരമൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരും ടിവിയുടെ മുമ്പിലായിരിക്കുന്നത് വളരെ നല്ല കാര്യം. നമ്മുടെ മത്സരങ്ങൾ ടിവിയുടെ മുമ്പിലിരുന്ന ആൾക്കാർ കാണാൻ, നമ്മുടെ പ്രേക്ഷകർ കാണാൻ പോവാണ്. നിങ്ങൾ ഇനി സൗഹൃദപരമായ സംഭാഷണങ്ങളില്ല, ഇനി വീറും വാശിയേറിയ മത്സരം മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ പിച്ച് ചീന്താൻ നിൽക്കുന്ന കുമാരന്മാരെ പോലെ നിങ്ങൾ പെരുമാറും. എനിക്ക് അതിനു മുമ്പ് ഇവരോടെല്ലാം പറയാനുള്ളത്, ഇവർക്ക് ആത്മവിശ്വാസം പകരാനായി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ചേട്ടന്റെ പാട്ടാണോ? വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താദിനന്ദ 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 ദയ്യന്താര താദിനന്ദ 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 ദയ്യന്താര ചെറുകുറുക ചെറുകുറെല്ലാം പരിപാകുന്നേ ചെമ്പകജീരകമെല്ലാം പരിപാകുന്നേ അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി താദിനന്ദ 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 ദയ്യന്താര 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 താദിനന്ദ 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 ദയ്യന്താര. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.